മനുഷ്യന്റെ തലച്ചോറ് തിന്നുന്ന സൂക്ഷ്മജീവി. ഇന്ന് രാവിലെ കൂടെ അങ്ങനൊരു വാർത്ത കേട്ടു. ഒരു കുഞ്ഞിന്റെ തലച്ചോറിലേക്ക് കടന്ന അമീബ അവന്റെ മരണകാരണമായി എന്നൊരു വാർത്ത. തലച്ചോറ് തിന്നുന്ന ഈ സൂക്ഷ്മജീവിയെ ജാഗ്രതയോടുകൂടി കാണാനാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ 4ഓളം പേരാണ് ഈ രീതിയിൽ മരണപ്പെടുന്നത്. പണ്ടൊക്കെ വേനൽക്കാലത്ത് നമ്മൾ കുളത്തിലേക്കും കനാലിലേക്കും ഒക്കെ എടുത്തു ചാടുമായിരുന്നു, സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി. ഇന്ന് വെള്ളത്തെപ്പോലും വിശ്വസിക്കാൻ പറ്റാതായിരിക്കുന്നു. മഴവെള്ളം കൊണ്ടാൽ പോലും ഈ രീതിയിലേക്ക് ചെന്നെത്താമെന്നുള്ള വാർത്തകളും പരക്കുന്നുണ്ട്. മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ കുളങ്ങളും കനാലുകളുമെല്ലാം ഇനി ദൂരെ നിന്ന് മാത്രം കാണാവുന്ന ചിലതായി മാറും. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. അപരിചിതവും കെട്ടിക്കിടക്കുന്നതുമായ ജലാശയങ്ങളിൽ പെറ്റുപെരുകുന്ന ഈ സൂക്ഷ്മജീവി നമ്മുടെ തലച്ചോറിലേക്ക് എത്തിയാൽ പിന്നെ അതിൻ്റെ ഭക്ഷണം നമ്മുടെ തലച്ചോറാണ്. അത് ഇഞ്ചിഞ്ചായി നമ്മുടെ തലച്ചോറിനെ തിന്നു തീർക്കും എന്ന് തുടങ്ങുന്ന വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ കൂർത്ത പല്ലുകളും ഭീകരമായ മുഖവുമുള്ള ഒരു ജീവിയാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? എന്നാൽ അമീബ അങ്ങനൊരു ഭീകരജീവിയല്ല. അതൊരു സൂക്ഷ്മജീവിയാണ്. ബാക്ടീരിയകളെ മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു സൂക്ഷ്മജീവി. ചില പ്രത്യേക സാഹചര്യത്തിൽ അത് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുമ്പോൾ അതിന് ബാക്ടീരിയയും നമ്മുടെ തലച്ചോറിലെ കോശങ്ങളും ഒന്നു തന്നെയാണ്. ലോകത്തിൽ മറ്റെല്ലാ ജീവജാലങ്ങളെക്കാൾ സീനിയേഴ്സാണ് സൂക്ഷ്മജീവികളെന്ന് നമുക്കറിയാം. അവരിൽ നിന്നും പരിണാമം സംഭവിച്ചതാണ് ഇന്ന് ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളും ഉണ്ടായിരുന്നു. ഇവയിൽ പല ബാക്ടീരിയകളും വൈറസുകളും മനുഷ്യന് അപകടമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അമീബ നമ്മൾ ഭയപ്പെട്ടിരുന്ന ഒന്നല്ല. അതും മനുഷ്യനെ മനുഷ്യനാക്കുന്ന അവൻ്റെ തലച്ചോറ് തന്നെ തിന്നു തീർക്കുന്ന അമീബ. ഓർക്കുമ്പോൾ തന്നെ ഭീകരമാണ്, അല്ലെ? അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ചെന്നാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഒരു കൊലയാളിയെ പോലെ അത് കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്? നൈഗ്ലേറിയ ഫൗലറി, അങ്ങനെയാണ് ഈ ഒരു അമീബ അറിയപ്പെടുന്നത്. പണ്ട് 9ാം ക്ലാസ്സിൽ അമീബയെക്കുറിച്ച് പഠിക്കുമ്പോൾ അയാൾ ഇത്രത്തോളം ഭീകരനാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. തീവ്രമായ പനി, തലവേദന, ഛർദി എന്നിവയാണ് ഇത് തലച്ചോറിലേക്ക് കടന്നാൽ ഉണ്ടാകുന്ന സിംറ്റംസ്. എന്നാൽ ഇത്തരം ലക്ഷണങ്ങളെല്ലാം ഈ ഒരു കാരണം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. നട്ടലിൽ നിന്നും എടുക്കുന്ന സ്രവം സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രമേ ഇങ്ങനൊരു ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ബാക്ടീരിയ ഹണ്ടേഴ്സ് എന്നറിയപ്പെടുന്ന അമീബകൾക്ക് ബാക്ടീരിയകളാണ് ഇരകളെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യർക്കും അവ ഭീഷണിയായി മാറാറുണ്ട്. ശുദ്ധജല തടാകങ്ങളാണ് ഇവയുടെ ആവാസ കേന്ദ്രം. കെട്ടിക്കിടക്കുന്ന കുളങ്ങളിലും കനാലുകളിലും പാറക്കുളത്തിലുമെല്ലാം ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം സ്ഥലങ്ങൾ ഒഴിവാക്കിയാൽ ആ ഭീഷണിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ടുകൂടെ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ സ്വിമ്മിംഗ് പൂളുകളിലും കിണറുകളിലും, എന്തിന് നമ്മുടെ വീടുകൾക്ക് മുകളിലുള്ള വാട്ടർ ടാങ്കുകളിൽ വരെ ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി രൂപത്തെ പല സ്റ്റേജിലേക്ക് മാറ്റാൻ അമീബയ്ക്ക് സാധിക്കും. പ്രധാനമായും 3 സ്റ്റേജുകളിലാണ് അമീബയെ കാണാൻ കഴിയുന്നത്. 1, ഒരു ബോൾ പോലെ ഉരുണ്ട രൂപത്തിൽ. 2, ഫ്ലെക്സിബിൾ ആയ ശരീരത്തിൽ ഒരു ഭാഗം തലയും മറുഭാഗം കാലുകളായി കാണാം. 3, ശരീരത്തിൽ നിന്നും 2 വാലുകൾ പുറത്തേക്ക് വന്ന രൂപത്തിൽ. ഒരു ശരീരത്തിൽ നിന്നും പലതായി മാറാൻ അമീബയ്ക്ക് സാധിക്കുമെന്ന് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിഷൻ എന്നാണ് ഇത് പറയപ്പെടുന്നത്. 40 ഡിഗ്രിയിൽ കൂടുതൽ വെള്ളം ചൂടാവുന്ന ജലാശയങ്ങൾ എവിടെയോ അവിടെയെല്ലാം ഇവയ്ക്ക് പെറ്റുപെരുകാൻ സാധിക്കും. അതായത് കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ തന്നെ വേണം എന്നില്ല. കൃത്യമായി ശ്രദ്ധിക്കാത്ത നമ്മുടെ വീടിന് മുകളിൽ വെയിലും കൊണ്ട് തുറന്നു കിടക്കുന്ന ടാങ്കുകൾ ഉണ്ടെങ്കിൽ അവിടെയും ഇവയ്ക്ക് പെറ്റുപെരുകാം എന്ന് സാരം. അതുകൊണ്ട് തന്നെ വേനൽ ചൂടിൽ ഒരു ഇത്തിരി ആശ്വാസത്തിന് വേണ്ടി വെള്ളത്തിലേക്ക് ചാടും മുമ്പേ പലതവണ ചിന്തിക്കണം. എന്നാൽ അമീബ എല്ലാവരെയും ബാധിക്കുമോ? ഇല്ല എന്നതാണ് ഉത്തരം. അതിന് കാരണം നമ്മുടെ പ്രതിരോധ ശേഷിയാണ്. പ്രതിരോധശേഷി കുറഞ്ഞവരിൽ വായിലൂടെ അമീബ കടന്നാലും ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ പ്രതിരോധശേഷി കൂടിയവരിൽ കുടിക്കുന്ന വെള്ളത്തിൽ അമീബ കലർന്നാലും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ്. പക്ഷെ മൂക്കിലൂടെയാണ് കടക്കുന്നത് എങ്കിൽ അവിടെ ചെറിയൊരു ആപത്തുണ്ട്. ഒരു തുള്ളി വെള്ളത്തിൽ ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകളും വൈറസുകളും അമീബകളുമാണുള്ളത്. ഇതിൽ ബഹുഭൂരിപക്ഷത്തിനെയും ഇല്ലാതാക്കാൻ നമ്മുടെ പ്രതിരോധ ശേഷിക്ക് സാധിക്കുകയും ചെയ്യും. എന്നാൽ മൂക്കിലൂടെയാണ് ഇത് കടക്കുന്നത് എങ്കിൽ അതിൽ നൈഗ്ലേറിയ ഫൗലറി എന്ന അമീബ അടങ്ങിയിട്ടുണ്ട് എങ്കിൽ നിസ്സംശയം പറയാൻ സാധിക്കും നിങ്ങൾ മരണത്തിലേക്കാണ് പോകുന്നത് എന്ന്. നമുക്കറിയാം, നമ്മുടെ മൂക്കിനുള്ളിൽ മ്യൂക്കസ് എന്ന ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുകയാണ്.
ഒരു വലിയ ശതമാനം അണുബാധയിൽ നിന്നും അത് നമ്മളെ സംരക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ മൂക്കിനുള്ളിലേക്ക് കടക്കുന്നത് നൈഗ്ലേറിയ ഫൗലറി ആണ് എങ്കിൽ അതിനെ തടയാൻ ഒന്നിനും സാധിക്കില്ല. അത് നേരെ ചെന്നെത്തുന്നത് ഗന്ധം നിർണ്ണയിക്കുന്ന നമ്മുടെ നെർവ് സെല്ലുകളിലേക്കാണ്. അതിലൂടെ അതിന് ബ്രെയിൻ ടിഷ്യൂസിലേക്കും കടക്കാൻ സാധിക്കും. 1-2 ആഴ്ചകളിലേക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. തലച്ചോറിലെ ഓൾഫാക്ടറി ബൾബിലേക്ക് അമീബ എത്തിക്കഴിഞ്ഞാണ് ലക്ഷണങ്ങൾ ആരംഭിക്കുക. പതിയെ അവ തലച്ചോറിലെ കോശങ്ങൾ തിന്നു തുടങ്ങും. ഇവിടെ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. അപ്പോഴേക്കും നമ്മുടെ പ്രതിരോധശേഷി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകും. പതിയെ ശരീരം പനിച്ചു തുടങ്ങും. അതിയായ തലവേദനയും അനുഭവപ്പെടും. അപ്പോഴേക്ക് അമീബ തലച്ചോറിൽ പല മടങ്ങായി പെരുകിയിട്ടുണ്ടാകും. തലച്ചോറിൽ ഇൻഫെക്ഷൻ കാരണം സംഭവിക്കുന്ന ഇൻഫ്ലമേഷൻ പലരിലും അപസ്മാരം പോലും ഉണ്ടാക്കിയേക്കാം. പതിയെ തലച്ചോർ വീങ്ങും. അത് തലയോട്ടിക്കുള്ളിൽ നിറയുന്നത് പോലെ. അങ്ങനെ സംഭവിക്കുന്ന മർദ്ദം കൊണ്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം. ആഴ്ചകൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എങ്കിലും ഇതിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യനെ തിരികെ കൊണ്ടുവരാൻ ഇതുവരെയുള്ള നമ്മുടെ ടെക്നോളജിക്ക് സാധിക്കില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒന്നുകിൽ മരണത്തിലേക്ക്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അനങ്ങാതെ കിടക്കുന്ന കോമ സ്റ്റേജിലേക്ക് ആ സൂക്ഷ്മജീവിക്ക് നിങ്ങളെ കൊണ്ടുചെല്ലാൻ സാധിക്കും. ഇന്ന് കേരളത്തിൽ ഇതൊരു വാർത്തയാണ്. എന്നാൽ ഇത് ആദ്യമായി സംഭവിക്കുന്ന ഒന്നല്ല. 2016 ശേഷം ഏതാണ്ട് 10ഓളം പേർ ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. നൈഗ്ലേറിയ ഫൗലറി ബാധിച്ചാൽ 97% മരണസാധ്യത. അമേരിക്കയിൽ വേനൽക്കാലത്ത് ഇത്തരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 30-ൽ കൂടുതൽ പേരാണ് ഇങ്ങനെ മരണപ്പെട്ടിട്ടുള്ളത്. ഈ അസുഖം ആരിലേക്കും എത്താം. പ്രത്യേകിച്ചും ഉഷ്ണജലാശയങ്ങളിൽ കൂടുതലായി പോകുന്നവർ, തുടർച്ചയായി മൂക്കിലും സൈനസ് ഗ്രന്ഥിയിലും അണുബാധയുള്ളവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരിൽ. പലരിലും കൂടുതലായി കണ്ടിട്ടുള്ളത് പനിയും ഛർദിയും തലവേദനയുമാണ് എങ്കിൽ ചിലരിൽ കഴുത്തു വിരിഞ്ഞ് മുറുകുന്നത് പോലെയും വെളിച്ചത്തോടുള്ള ഭയം കാണുന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നട്ടെല്ലിൽ നിന്നും കുത്തിയെടുക്കുന്ന സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രമേ അണുബാധ നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഈ ഒരു അസുഖത്തെ മാരകമാക്കി നിലനിർത്തുന്നത്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? ജലാശയങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാലോ? ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല, അല്ലേ? പക്ഷേ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്ന ആദ്യത്തെ പ്രധാന പ്രതിരോധ പ്രക്രിയ ജലാശയങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നതാണ്. മലയാളികൾക്ക് ഇത് അംഗീകരിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. കായലിൽ ചാടാതിരിക്കാം, കനാലിൽ ചാടാതിരിക്കാം. പക്ഷേ കുളിക്കാനും തിളപ്പിച്ചാറിയ വെള്ളം വേണം എന്ന് പറഞ്ഞാലോ? അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ അതും പറയുന്നുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ: കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലേക്ക് പോകാതിരിക്കുക. ഇനി അത്യാവശ്യമാണ് പോകേണ്ടത് എങ്കിൽ തല മുങ്ങാതിരിക്കുക. ഉയരത്തിൽ നിന്നും ചാടുമ്പോഴും അതിവേഗത്തിൽ നീന്തുമ്പോഴും മൂക്കിനുള്ളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം പ്രഹസനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നോസ് ക്ലിപ്പെങ്കിലും ധരിക്കുക. നമ്മുടെ വീട്ടിലായാലും കൃത്യമായ ഇടവേളകളിൽ വാട്ടർ ടാങ്കുകൾ ശ്രദ്ധിക്കുക, വൃത്തിയാക്കുക. വെയിലേറ്റ് കിടക്കുന്ന ടാങ്കിലെ വെള്ളത്തിൽ ഇവയ്ക്ക് പെറ്റുപെരുകാനുള്ള സാഹചര്യം ഏറെയാണ്. ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള ജലാശയത്തിൽ ഇതിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. തല കുളിക്കുന്നത് കൊണ്ടോ വീട്ടിലേക്ക് വരുന്ന ബോട്ടിൽഡ് വെള്ളം കുടിച്ചത് കൊണ്ടോ നിങ്ങളുടെ തലച്ചോറിലേക്ക് അമീബ കടക്കില്ല. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങളുടെ തലച്ചോറിലേക്ക് അമീബയ്ക്ക് കടക്കണമെങ്കിൽ മൂക്ക് മാത്രമാണ് ഒരേ ഒരു വഴി. മറ്റൊരു ഭയം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഈ ഒരു ഇൻഫെക്ഷൻ പടരുമോ എന്നതാണ്. ഇതുവരെയുള്ള നമ്മുടെ പഠനത്തിൽ അങ്ങനൊന്നും കണ്ടെത്തിയിട്ടില്ല. പരിചയമില്ലാത്ത ജലം കുടിക്കുന്നത് കൊണ്ടോ ഉപയോഗിക്കുന്നത് കൊണ്ടോ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു എന്ന് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. എന്നാൽ മുഖം കഴുകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ജലം മൂക്കിലേക്ക് കടന്നാൽ അപകടങ്ങൾ ഉണ്ടായേക്കാം. കേരളത്തിൽ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നൈഗ്ലേറിയ ഫൗലറി എന്ന അമീബയെ ഭയക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓരോ സാഹചര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാം. പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്: കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കളിക്കാൻ വിടാതിരിക്കുക. അല്ലെങ്കിലും അപ്രതീക്ഷിതമായി കോരിച്ചൊരിയുന്ന മഴ വരുന്ന ഈ സമയത്ത് എന്തിനാണ് അവരെ ജലാശയങ്ങളിലേക്ക് കളിക്കാൻ വിടുന്നത്? അമീബ ഒരു ഭീകരജീവിയാണെന്ന രീതിയിൽ മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് ഭീതി പടർത്തി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തത്. പറഞ്ഞാൽ കേൾക്കാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്ന നിങ്ങളുടെ ആ ചങ്കിനും ചങ്കിൻ്റെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്ക്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.